പുതിയ പാർട്ണർമാർക്ക് ഇവിടെ ചെയ്യാനുള്ളത് 2 പ്രോസസ്സുകളാണ്. പുതുതായിട്ട് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഇവിടെ സീഡ് ഫണ്ടിങ് ചെയ്തു സിസ്റ്റത്തിന്റെ പാർട്ണർഷിപ്പിലേക്ക് കടന്നു വരും. അതായത് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഷെയർ കാണുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ സീഡ് ഫണ്ടിങ്ങിലൂടെ നടക്കുന്നത്. അതായത് ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് സീഡ് ഫണ്ടിങ്. അതുപോലെ തന്നെ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതി. ഇപ്പൊ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നമ്മൾ പലിശ എടുക്കുന്നു, അതുപോലെ തന്നെ വീണ്ടും ആ ഡെപ്പോസിറ്റ് നമ്മൾ വർദ്ധിപ്പിക്കാൻ ഒരുപാട് ഓപ്ഷൻ ബാങ്കിലുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോസസ്സാണ് ടോക്കൺ ഫാമിങ്ങിലൂടെ ഫ്രണ്ട്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് സീഡ് ഫണ്ടിങ്. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സീഡ് ഫണ്ടിങ് ചെയ്യുന്ന വ്യക്തിക്ക് $3 ട്രില്യൺ ഇൻഡസ്ട്രിയൽ സിസ്റ്റം ഡെവലപ്പ് സിസ്റ്റത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞത് കോടികളായിരിക്കും. കിട്ടിയാൽ നമ്മളൊക്കെ ഇപ്പം സീഡ് പാർട്ണർഷിപ്പിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്കൊക്കെ സിസ്റ്റം നോട്ടിഫിക്കേഷൻ പറഞ്ഞിരുന്നു, നമ്മുടെ പാർട്ണർമാർക്ക് നമ്മൾ റിവാർഡ് കൊടുക്കുമെന്ന് സിസ്റ്റം പറഞ്ഞിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ സീഡ് ഫണ്ടിങ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ 1000 PVC മെറ്റ് എന്ന് പറഞ്ഞ മൾട്ടി പർപ്പസ് സേഫ്റ്റി ടോക്കനാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ 1000 PVC മെറ്റ് എന്ന് പറഞ്ഞ മൾട്ടി പർപ്പസ് ടോക്കൻ കിട്ടുന്ന ഒരു വ്യക്തിക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? ഇന്നാണ് 1000 PVC മെറ്റുകളുടെ സീഡ് ഫണ്ടിങ് ചെയ്യുന്നത്. പിറ്റേ ദിവസം മുതൽ 0.20 2000 PVC മെറ്റ എന്ന മൾട്ടി പർപ്പസ് ടോക്കനായി അത് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ സീഡ് ഫണ്ടിങ്ങിൽ ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ട്സ്, സീഡ് ഫണ്ടിങ്ങിൽ റഫറൽ കമ്മീഷൻ 20 ലെവലിലാണ് സിസ്റ്റം റഫറൽ കമ്മീഷൻ കൊടുക്കുന്നത്. ഇവിടെ ആദ്യം ടോക്കൺ ഫാമിങ്ങിലാണ് റഫറൽ കമ്മീഷൻ ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് സീഡ് ഫണ്ടിങ്ങിലും റഫറൽ കമ്മീഷൻ ഉണ്ട് ഫ്രണ്ട്സ്. ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പറ്റാവുന്ന സമയം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനെക്കൊണ്ട് കാര്യമില്ല. അതായത് ഈ സമയം നിങ്ങൾ സീഡ് ഫണ്ടിങ് ടോക്കൺ ഫാമിംഗ് ചെയ്യാൻ ഏറ്റവും ചെയ്യുന്നത് 18,000 മുതൽ 20,000 രൂപയാണ് ഫ്രണ്ട്സ്. നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ പാർട്ണറിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം സിസ്റ്റം നൽകുമ്പോൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ കൊടുക്കുന്നത് പാർട്ണർഷിപ്പിലേക്ക് ഐഡിയ, പിന്നെ കസ്റ്റമർ വരാൻ ഈ സിസ്റ്റത്തിൽ പറ്റൂ. അപ്പോൾ ഈ സമയം കൃത്യമായിട്ട് നിങ്ങൾ സീഡ് ഫണ്ടിങ് ചെയ്തുകൊണ്ട് എത്രത്തോളം ആൾക്കാരാണ് ഈ സിസ്റ്റത്തിലേക്ക് വരാൻ പറ്റുക, ഈ സമയം കൊണ്ടുവരാം. നമ്മൾ സ്വപ്നം കാണാൻ പറ്റുമ്പോൾ പോലും ചെയ്യാൻ പറ്റാത്ത സിസ്റ്റം പ്രവേശിക്കാൻ പോകുന്നത്. കാരണം ആ ഒരു സമയത്ത് പേളുന്ന അക്കൗണ്ടും അതുപോലെ തന്നെ 13 തരത്തിലുള്ള ബാറ്റുകളും നൽകിയ സമയം പിന്നീട് ഒരു നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ട് ആണ് അവര് ആ ഒരു അക്കൗണ്ട് ആ സമയത്ത് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതേപോലെ ഈ ഒരു സീഡ് ഫണ്ടിങ് ചെയ്യാനുള്ള ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ പ്രത്യേകത എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞാനൊരു വ്യക്തിയെ കൊണ്ട് ഡയറക്റ്റ് സീഡ് ഫണ്ടിങ് ചെയ്യിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് 0.20 വെച്ചാണ് വരുമാനം ലഭിക്കുന്നത്. ആ വ്യക്തി ഫ്രണ്ട്സ് പെർ ഡേ വാങ്ങുന്ന വരുമാനം 100 PVC മെറ്റയാണെങ്കിൽ 100, 200, 500, 1000 വരുമാനമായിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കൊണ്ടുവരുന്ന ആ വ്യക്തി 100 PVC മെറ്റയാണ് ഡെയിലി വരുമാനം വാങ്ങിക്കുന്നതെങ്കിൽ ആ ഒരു വരുമാനത്തിന്റെ 0.20 എനിക്ക് ലഭിക്കുന്നതാണ്. അതായത് 0.20 20 PVC മെറ്റ് എനിക്ക് ലഭിക്കും. 20 PVC മെറ്റ്. ആ വ്യക്തി വാങ്ങിക്കുന്ന PVC മെറ്റ് 100 ആണെങ്കിൽ 20 PVC മെറ്റ്. അപ്പോൾ എന്റെ തൊട്ട് മുകളിലെ ആൾക്ക് 19 PVC മെറ്റ്, പിന്നെ 19%, അതിന്റെ മുകളിലെ ആൾക്ക് 18%. ഇങ്ങനെ ഒരു ലെവല് വരെ 1% വരെ PVC മെറ്റ് എന്ന് പറഞ്ഞ മൾട്ടി പർപ്പസ് ടോക്കൺ നൽകുന്നത് ഫ്രണ്ട്സ്. ഇങ്ങനെ 20 ലെവലിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് ഈ PVC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടി പർപ്പസ് ടോക്കൻ 1000, 2000 ഒക്കെ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്. ഈ സീഡ് ഫണ്ടിങ്ങിൽ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ടോക്കൺ ഫാമിങ്ങിൽ അവിടെ സംഭവിക്കുന്നത്, അവിടെ വരുന്ന USDT കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ട്രസ്റ്റ് വാലറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു, സീഡ് ഫണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മൾട്ടിപർപ്പസ് ടോക്കൺ സിസ്റ്റം റിലീസ് ചെയ്തിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സീഡ് ഫണ്ടിലും നടക്കാറുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കുറച്ച് ആ ഒരു സീഡ് ഫണ്ടിങ്ങിന്റെ ഇത്രയും ഡീപ്പായിട്ട് പറയാനുള്ള കാരണം, ഇനി ഏറ്റവും ആ ഒരു നല്ലൊരു സമയമാണ് 2025 മുതൽ വരാൻ പോകുന്നത്. മാക്സിമം പാർട്ണർമാരെ സീഡ് ഫണ്ടിങ് ചെയ്തുകൊണ്ട് പാർട്ണർഷിപ്പിലേക്ക് പ്രവേശിപ്പിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ടോക്കൺ ഫാമിംഗ്. ഞാൻ പറഞ്ഞു,
ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന മുതലിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് കോമ്പൗണ്ടിങ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ 2-3-4 തരത്തിൽ ഈ ഒരു ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ ടോക്കൺ ഫാമിംഗ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ 100 USDT കൊണ്ടാണ് ടോക്കൺ ഫാമിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ സീഡ് ഫണ്ടിങ്ങിലുള്ള പ്രോസസ് തന്നെയാണ് ടോക്കൺ ഫാമിംഗിൽ സംഭവിക്കുന്നത്. പിന്നെ ടോക്കൺ ഫാമിംഗ് ചെയ്ത് 100 USDT കൊണ്ടാണ് ഒരു വ്യക്തി ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് പിറ്റേ ദിവസം മുതൽ ഇതുപോലെ തന്നെ 0.20 വെച്ച് ഡെയിലി റിവാർഡ് ലഭിക്കുന്നു. ആ റിവാർഡ് 33 മാസം 1000 ദിവസം കൊണ്ട് ഇരട്ടിച്ച് 200 USDT ആയി മാറുന്നു. അതുപോലെ തന്നെ 1000 USDT കൊണ്ടാണ് ഒരു വ്യക്തി ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് അതുപോലെ തന്നെ 0.20 വെച്ച് ഡെയിലി റിവാർഡ് ലഭിക്കുന്നു. 33 മാസം 1000 ദിവസം കൊണ്ട് ആ ഒരു റിവാർഡ് 2000 USDT ആയി മാറുന്നു ഫ്രണ്ട്സ്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും മിനിമത്തിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ 2 പ്രോസസ്സുകളും പൂർത്തിയാക്കാൻ 18,000 to 20,000 കൊണ്ട് ഒരു വ്യക്തിക്ക് ഈ 2 പ്രോസസ്സുകളും പൂർത്തിക്കൊണ്ട് സിസ്റ്റത്തിന്റെ ഭാഗമായി മാറാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ സീഡ് ഫണ്ടിങ്ങിന്റെ ആ കാര്യമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു 3-4 തരത്തിലുള്ള ഇൻകം, അതായത് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു 3-4 തരത്തിലുള്ള ഇൻകത്തെ പറ്റി ജസ്റ്റ് ഞാൻ പറയാം. ഒരു 13,000 മുതൽ ടോക്കൺ ഫാമിംഗ് മാത്രം 13,000 മുതൽ ചെയ്യാൻ പറ്റും. ടോക്കൺ സീഡ് ഫണ്ടിങ് ചെയ്ത ശേഷമാണ് ചെയ്യേണ്ടത് എങ്കിലും ടോക്കൺ ഫാമിംഗിന്റെ ഒരു കാര്യം 13,000 മുതൽ ഒരു 5 ലക്ഷം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ 5 ലക്ഷം വരെയുള്ള 2-3 കാര്യം മാത്രം ഞാനൊരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 0.20 വെച്ചാൽ ഡെയിലി വരുമാനം ലഭിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഈ ടോക്കൺ ഫാമിംഗിൽ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ലഭിക്കുന്നത് 85% ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് അതിന്റെ 85% സിസ്റ്റം എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു അനുവാദം സിസ്റ്റം നൽകുന്നത്. 15% സിസ്റ്റം കരുതൽ ധനമായി, അതായത് നമുക്ക് വേണ്ടി മാറ്റി ഫാമിംഗ് വാലറ്റ് എന്ന് പറയുന്ന ആ വാലറ്റിലേക്ക് സിസ്റ്റം കരുതൽ ധനമായി മാറ്റി വെക്കുന്നു. അത് ഈ പ്രോസസ്സ് ഈ പ്രക്രിയ തുടർപ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മളെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഒരു പാസീവ് ഇൻകം ലഭിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാനാണ് സിസ്റ്റം ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ലാണ്ട് ആ ഒരു ഇതിൽ നിന്ന് സിസ്റ്റത്തിന് ഒരിക്കലും ആ ഒരു സിസ്റ്റത്തിന് എടുക്കാനല്ല അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 13,000 കൊണ്ട് ടോക്കൺ ഫാമിംഗ് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യൻ രൂപ 26 രൂപയാണ് ഡെയിലി വരുമാനമായി ലഭിക്കുക. 0.20 വെച്ച് അതിന്റെ പെർ മന്ത് 6% എന്ന് പറയുന്നത് 26 780 രൂപ വരുമാനം ലഭിക്കും. ഈ 780-ന്റെ ഞാൻ പറഞ്ഞു 85% എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. 663 രൂപ ഉണ്ടാവും. 117 രൂപ കരുതൽ ധനമായി മാറ്റി വെക്കുന്നു. അപ്പോൾ 13,000 മാസം അഥവാ 1000 ദിവസം കൊണ്ട് 26,000 മാറുന്നു. അത് 85% 22 ഉണ്ടാവും. ഫ്രണ്ട്സ്, ഇവിടെ സംഭവിക്കുന്നത് നമുക്കിപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വന്നത് 5 PVC 5 USDT ആകുമ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം സിസ്റ്റം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് 100 USDT ആകുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് നമുക്ക് കിട്ടിയ വരുമാനം അത് അവർക്ക് ടോക്കൺ ഫാമിംഗ് ചെയ്ത് കൊടുക്കാൻ ഒരു അവസരവും സിസ്റ്റം നൽകുന്നു. ഈ 13,000 ഒരുപാട് 13,000 26,000 മാറണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതായത് 33 മാസം കഴിയും. അപ്പോൾ ഞാനൊരു മിനിമത്തിന്റെ കാര്യം പറഞ്ഞത് ഇനി ഒരു 1 lakhന്റെ 1 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ഡെയിലി 0.20 വെച്ച് 200 രൂപയാണ് വരുമാനം ലഭിക്കുന്നത്. അതിന്റെ 6% എന്ന് പറയുന്നത് 200 × 30 6,000 രൂപ വരുമാനം ലഭിക്കും. അതിന്റെ 85% എന്ന് പറയുന്നത് 5,100 രൂപയാണ് ഉണ്ടാവുക. അതിന്റെ 15% സിസ്റ്റം 900 രൂപ കരുതൽ ധനമായി വെക്കുന്നത്. അതുപോലെ തന്നെ ഈ 1,33 മാസം അഥവാ 1000 ദിവസം കൊണ്ട് 2 ലക്ഷമായി മാറുന്നു. നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് 1 ലക്ഷമാണെങ്കിൽ പ്ലസ് 85% 70 രൂപ സിസ്റ്റം അഡീഷണൽ ആയിട്ട് നൽകുന്നു. 30,000 രൂപ, അതും ഈ 15% മാറ്റിവെച്ച ഈ 30,000 രൂപയും കൃത്യമായിട്ട് മുതലിന്റെ കൂടെ ആഡ് കൊണ്ട് ഫാമിംഗ് വാല്യൂ വർദ്ധിപ്പിക്കുവാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 5 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സിസ്റ്റം നൽകുന്നത് പെർ ഡേ INR 0.20 വെച്ച് 1000 രൂപ വരുമാനം നൽകുന്നു. അപ്പോൾ അതിന്റെ 6% എന്ന് പറയുന്നത് 1000 × 30 30,000 രൂപയാണ് അപ്പോൾ വരുമാനം ലഭിക്കുന്നത്. ഇതിന്റെ 85% ഫ്രണ്ട്സ് നമുക്ക് എടുക്കുവാൻ പറ്റും. ഒരു പ്രതിമാസം നമുക്ക് വേണമെങ്കിൽ 25,500 രൂപ വെച്ച് നമുക്ക് എടുക്കുവാൻ പറ്റും. അവിടെ അതിന്റെ 4,500 രൂപയോളം സിസ്റ്റം കരുതൽ ധനമായി മാറ്റിവെക്കുന്നു. ഈ
5 ലക്ഷം എന്നുള്ളത് 33.5 മാസം അഥവാ 1000 ദിവസം കൊണ്ട് അത് 10 ലക്ഷമായി മാറുന്നു. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷമാണ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പ്ലസ് 3.5 ലക്ഷം 85% സിസ്റ്റം റിവാർഡ് നൽകുന്നു. ബാക്കിയുള്ള 1.5 ലക്ഷവും എപ്പോഴാണോ ഈ ഫാമിംഗ് വാലറ്റിൽ 100 USDT ആകുന്നത് ആ വിത്തിൻ മൈക്രോ സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മുതലിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഫാമിംഗ് മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 10 ലക്ഷം കൊണ്ട് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് 5 ലക്ഷത്തിന്റെ ഇരട്ടി, അതായത് ദിവസ വരുമാനം 2000 രൂപ വരുമാനം ലഭിക്കുന്നു. അതിന്റെ 6% എന്നത് 60,000 രൂപ പ്രതിമാസം ലഭിക്കുന്നു. 10 ലക്ഷത്തിന് 60,000 പ്രതിമാസം ലഭിക്കുന്നു. 85% 51,000 രൂപയാണ് എടുത്തുപയോഗിക്കാൻ ഒരു അവസരം സിസ്റ്റം നൽകുന്നത്. 9,000 രൂപ 15% സിസ്റ്റം കരുതൽ ധനമായി മാറ്റിവെക്കുന്നു. ഈ 10 ലക്ഷം എന്നുള്ളത് ഫ്രണ്ട്സ് 33.5 മാസം അഥവാ 1000 ദിവസം കൊണ്ട് ഈ 10 ലക്ഷം 20 ലക്ഷമായി മാറുന്നു. 10 ലക്ഷം നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട്, 10 ലക്ഷത്തിന്റെ കൂടെ അഡീഷണൽ 7 ലക്ഷം കൂടി സിസ്റ്റം അഡീഷണൽ ആയിട്ട് ഇൻകം നൽകുന്നു. അപ്പോൾ പിന്നീടുള്ള 3 ലക്ഷം ഈ പറഞ്ഞ പോലെ ഫാമിംഗ് വാലറ്റിൽ ഉണ്ടാകും. 1 ലക്ഷം അത്രയല്ല, അത് എപ്പോഴാണോ 100 USDT ആകുന്നു ഫ്രണ്ട്സ്, അത് ആ 100 USDT ആകുമ്പോൾ ഫാമിംഗ് മൂല്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്